ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ആനക്കിടങ്ങുകൾ നോക്കുകുത്തികളായി. കോഴിത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി മേഖലയിൽ ആനകൾ വീണ്ടും നാട്ടിലിറങ്ങുന്നത് പതിവാകുകയാണ്. കൊമ്പുകുത്തി കണ്ണാട്ടുകവല ഭാഗത്ത് മുളങ്കുന്ന് പ്രദേശത്ത് ജനവാസ മേഖലയ്ക്ക് സമീപമാണ് 1 കിലോമീറ്ററോളം ദൂരത്തിൽ കിടങ്ങുകൾ സ്ഥാപിച്ചത്. ഈ കിടങ്ങുകൾ വഴി തന്നെ ഇപ്പോൾ ആനകൾ സ്ഥിരമായി നാട്ടിലേക്ക് എത്തുന്നത് പതിവാകുകയാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വന അതിർത്തി മേഖലയിൽ 7 കോടി രൂപ വിനിയോഗിച്ച് സോളാർ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവ നിർമ്മിച്ച പദ്ധതിയിലാണ് ഇവിടെയും കിടങ്ങുകൾ നിർമ്മിച്ചത്. എന്നാൽ ആഴവും വീതിയും കുറഞ്ഞ കിടങ്ങിലൂടെ മണ്ണ് ഇടിച്ചിട്ടും കല്ലുകൾ തട്ടിയിട്ടും കാട്ടാനകൾ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് പതിവായി എത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇത് കിടങ്ങൂറ്റിയിട്ട് ഒരു ഫലവുമില്ല. ആനയുണ്ട്, പോത്തുണ്ട്. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര. കിടന്നുറങ്ങാൻ പറ്റും. രാത്രി 1 മണിയാകുമ്പോഴൊക്കെ ആന ഓടിയില്ല. ഞങ്ങൾ ഇവിടെ ജോലി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ആന കിടങ്ങ് ചാടി ഇതിൻ്റെ അകത്ത് കൂടി ചാടി കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, അതുകൊണ്ട് എന്താ നമുക്കുണ്ടായ ഫലം? ഒരു ഫലവും. കോടികൾ മുടക്കിയതുക. ഇന്നലെയല്ല, മെനഞ്ഞാന്ന് 2 ദിവസം മുമ്പ് 2 ആന അതിനെ ഓടിച്ച് ജനങ്ങൾ രാത്രി 1 മണി 2 മണിയൊക്കെ ആന ഓടിയില്ല. 2 ദിവസം മുമ്പ് നാട്ടിലിറങ്ങിയ കാട്ടാനകൾ സ്വകാര്യ പുരയിടത്തിലെ തെങ്ങ്, കപ്പ അടക്കം കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. 400ഓളം കുടുംബങ്ങളാണ് കൊമ്പുകുത്തി മേഖലയിൽ അധിവസിക്കുന്നത്. ആനകൾ വീണ്ടും എത്തിത്തുടങ്ങിയതോടെ ഈ കുടുംബങ്ങൾ കടുത്ത ഭീതിയിലാണ്. ഇരുൾ പടർന്നാൽ ആനപ്പേടിയിലാണ്. പ്രദേശവാസികൾ വീടിന് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ആന കുട്ടികളെ ഓടിച്ചതായി പ്രദേശവാസിയായ സ്ത്രീ പറയുന്നു. രാത്രിക്കൊക്കെ ആണെങ്കിലും പിള്ളേരൊക്കെ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും റോഡ് സൈഡിലൊക്കെ ആന വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. 2 പ്രാവശ്യം എൻ്റെ പിള്ളേരെ ഓടിച്ചാണ് ഇവിടുന്ന്. പിള്ളേർ നടന്നു വരികയാണെങ്കിൽ അറിയില്ല, ഈ ആന നിൽക്കുന്ന ഇരുട്ടത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് 2 പ്രാവശ്യം ആനയുടെ മുന്നേ വന്ന് ചാടി ഓടി രക്ഷപ്പെടുമായിരുന്നു പിള്ളേർ. കിടങ്ങുണ്ടായിട്ടും ആന കയറുന്നുണ്ട്. ഇതിപ്പം 5-6 പ്രാവശ്യമായി ഇങ്ങനെ വരുന്നത്. ചാടി നിറങ്ങി ഇറങ്ങുക, മണ്ണിടിച്ച് നിറങ്ങി ഇറങ്ങുക. ആന ജനവാസ മേഖലയിൽ എത്തുന്നതിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ആനശല്യം പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഇപ്പം മുൻകാലങ്ങളിൽ ഫെൻസിങ് ഉണ്ടായിരുന്നെങ്കിലും അത് നിർജ്ജീവമായ അവസ്ഥയിലും അതിനെ തുടർന്ന് കിടങ്ങ് നിർമ്മാണം 7 കോടി മിച്ചം രൂപ മുടക്കി കിടങ്ങ് നിർമ്മിച്ചിട്ട് ഇപ്പം ഇത് കിടങ്ങെന്ന് പറയാൻ പറ്റിയില്ല, വെറും ഒരു കാനയെന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്കിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഇപ്പോൾ ആനകൾ സ്ഥിരമായിട്ട് കൃഷിസ്ഥലങ്ങളും വീടുകളുടെ മുറ്റത്തുകൂടി എല്ലാം നടന്ന ഒരു വൻ ശല്യവും ആളുകൾക്ക് അപകടവും ഭീതിയുമായ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അപ്പം നമുക്ക് ചെറിയൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് അപകട രീതി മാറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാമെന്ന് അവരൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഉറപ്പുകളായിട്ട് മാറുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള എത്രയും പെട്ടെന്ന് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെയെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എന്തോ മേഖലയിൽ ഒരു കിടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പാറയുണ്ട്, അത് പൊട്ടിച്ചു മാറ്റാനുള്ളതുകൊണ്ട് അതും പൊട്ടിച്ചു മാറ്റി എന്താണോ ഇതിന് എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് എനിക്കിപ്പോൾ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമായ രീതിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ കിടങ്ങ് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിൻ്റെ ആഴവും വീതിയും കൂട്ടി ആനകൾക്ക് വന്യമൃഗങ്ങൾക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയിലാക്കി മാറ്റുക. വന അതിർത്തി മേഖലയിലെ കിടങ്ങുകളുടെ നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്നും ഒരു കല്ല് കിടങ്ങിൽ വീണാൽ ആ കല്ലുകളിൽ ചവിട്ടി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്ന സാഹചര്യമാണെന്നും നിലവിൽ വനംവകുപ്പിന്റെ RRT ടീം ഉണ്ടെങ്കിലും ആനകളെ തുരുത്തുവാൻ നേരെ ചൊവ്വേ ഒരു ടോർച്ച് പോലും ഇവർക്ക് കൊടുത്തിട്ടില്ലെന്നും പിന്നെ എങ്ങനെയാണ് ഇവർ ആനയെ ഓടിക്കുന്നതെന്നും ഊരുമൂപ്പൻ ചോദിക്കുന്നു. പക്ഷേ ഈ പദ്ധതിക്കകത്തൊരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായത് ഇത് എവിടുന്നോ വന്ന് ആരൊക്കെയോ ചെയ്തിട്ട് പോയി. ഇത് പോലീസ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് എടുത്തിരിക്കുന്നതെന്നും വീണ്ടും അത് പിന്നെ കട്ടപ്പനയിൽ ഒരാൾക്ക് ടെൻഡർ നൽകുകയും അയാൾ ഭായിമാരെ വെച്ചും ഈ ജോലികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ട് ഇതിനൊരു തീരുമാനം എടുത്തില്ല. ആനകളുടെ വന്യമൃഗങ്ങളുടെ വന്യജീവികളുടെ ഏറ്റവും കൂടുതൽ സഞ്ചാരപരമായ കാര്യങ്ങളെതിരെയാണ്. അവിടെയൊക്കെ എന്തെല്ലാം കരുതലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജനകീയമായൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിനെ നമുക്ക് പിന്നെ ഈ പദ്ധതി നടത്താത്തതിലൊരു വലിയ അപാകതയുണ്ട്. കിടങ്ങ് നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി പരാതിയും ഉയരുന്നുണ്ട്. നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുവാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന രീതിയിലല്ല ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ജനങ്ങൾക്ക് ഗുണപ്രദമല്ല ഈ ട്രെഞ്ച് കൊണ്ട്. അപ്പം ഇവിടെ ഞാൻ പറയട്ടെ, ഏതാണ്ട് 10,000-ലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്.
അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു 125-130 കുടുംബങ്ങൾ ആദിവാസികളും മറ്റിതര വിഭാഗങ്ങളും ഇവിടെ താമസിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം നമുക്ക് ആദിവാസികളെ പോലെ തന്നെ മറ്റുള്ള ജനങ്ങൾക്കും ഇതിൻ്റെ ഗുണം ഉണ്ടാകണം. ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ ഇതിന് പരിഹാരമുണ്ടായെങ്കിൽ ഇല്ലായെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഒരു പരാതി നൽകുകയും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നത്. കിടങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ മേഖലയിൽ ഫെൻസിംഗ് ഉണ്ടായിരുന്നു. അതും ലക്ഷങ്ങൾ മുടക്കിയാണ് നിർമ്മിച്ചത്. കിടങ്ങ് വന്നതോടെ ഫെൻസിംഗ് പൂർണ്ണമായും തകർന്നു. നിലവിൽ ഫെൻസിംഗുമില്ല, കിടങ്ങുമില്ല. കോടികൾ മുടക്കിയിട്ടും കാട്ടാനക്കൂട്ടം വീട്ടുമുറ്റത്ത് എന്ന അവസ്ഥയിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.